പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. നയന ഗർഭിണിയാണെന്നറിഞ്ഞതോടുകൂടി തന്നെ ജാനകിക്ക് ആകെ ഒരു സമ്മിശ്ര വികാരങ്ങളായിരുന്നു. ഭർത്താവായ അജയൻ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ജാനകിയുടെ മുഖത്ത് ആ ഒരു മങ്ങൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. എന്താ ജാനകി, നീ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? നയനമോൾ ഗർഭിണിയ എന്ന വാർത്ത അറിഞ്ഞിട്ടും നിനക്കൊരു സന്തോഷമില്ലാത്തതുപോലെ. അനന്തപുരിയിൽ എല്ലാവരും ആഘോഷത്തിലാണ്, നമ്മളും ഇത് ആഘോഷിക്കണ്ടേ? നമ്മളും സന്തോഷിക്കണ്ടേ? അവൾക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങിച്ചു കൊടുക്കണ്ടേ? അജയൻ ചോദിച്ചു. ജാനകി മെല്ലെന്ന് തലയുയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, ഞാനും അത് വിചാരിച്ചതാണ്. പിന്നെന്താ ജാനകി, നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം പോലെ. നിനക്ക് ഈ വാർത്ത അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അജയൻ സംശയത്തോടെ തിരക്കി. ജാനകി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എനിക്ക് അസൂയൊന്നുമില്ല ചേട്ടാ, പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്. ഇപ്പോൾ അനിയും അനാമികമോളും ഒന്നിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ അവർക്കും ഇതുപോലൊരു കുഞ്ഞുണ്ടാകുമായിരുന്നല്ലോ. ആ കുഞ്ഞിനെ താലോലിക്കാൻ എനിക്ക് യോഗമുണ്ടായിരുന്നില്ലേ? ഞാനും അനാമികമോളെ പൊന്നുപോലെ നോക്കിയേനെ. അത് കേട്ടതോടുകൂടെ അജയൻ്റെ മുഖമങ്ങ് കടുത്തു. ജാനകി, നീ ഇപ്പോഴും പഴയതിനെ പറ്റിയിട്ടൊന്നും പറയണ്ട. ചത്ത കൊച്ചിൻ്റെ ജാതകം നോക്കാൻ നിൽക്കരുത്. അനാമിക പോയത് നന്നായി എന്നേ ഞാൻ പറയൂ. അവൾ കുടുംബത്തിനോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നോ? ഒരു നശിച്ച മനസ്സുമായിട്ടാണ് അവൾ ഇവിടെ ജീവിച്ചത്. അന്നേരം ജാനകി പറഞ്ഞത്, അല്ലെങ്കിലും നിങ്ങൾക്ക് ആ നയനയും നവ്യയും മാത്രമല്ലേ ഇഷ്ടമുള്ളൂ. അനാമികമോളോട് എല്ലാവരും ചേർന്ന് എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തത്. അതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് പോയി. എൻ്റെ അനിയുടെ ജീവിതം പോലും ഇല്ലാതായി. ജാനകി വിതുമ്പലോടെ പറഞ്ഞു. എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെയുണ്ട് ചേട്ടാ. ശരീരത്തിനും ഒരു സുഖം കിട്ടുന്നില്ല. അജയൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. നീ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടല്ലേ ജാനകി. അനി മറ്റൊരു വിവാഹം കഴിക്കും, അവന് നല്ലൊരു ജീവിതം ഉണ്ടാവും. നന്ദുവിൻ്റെ കാര്യം തന്നെ നോക്ക്. അവന് നന്ദുവിനെ എത്രമാത്രം ഇഷ്ടമാണ്. അവൾ നല്ല കുട്ടിയല്ലേ? അത് കേട്ടതോടുകൂടി തന്നെ ജാനകിയുടെ മുഖഭാവങ്ങ് മാറി. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിലങ്ങ് കുഴിച്ചു മൂടിക്കോളാം. ജാനകി നിരാശയോടെ പറഞ്ഞുകൊണ്ട് തന്നെ പുതപ്പിനടിയിലേക്ക് ചുരുണ്ടുകൂടി. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചിട്ടും ജാനകി ഉണർന്നില്ല. അജയൻ അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ജാനകി, എഴുന്നേൽക്കുന്നില്ലേ? സമയം കുറേ വൈകിയല്ലോ. ജാനകി കഷ്ടപ്പെട്ടുകൊണ്ടാണ് കണ്ണുകൾ തുറന്നത്. എന്തേ അജേട്ടാ? എനിക്ക് തീരെ വയ്യ. തല പൊള്ളുന്നതുപോലെ വേദന, വല്ലാത്ത ക്ഷീണം. അവളുടെ ശബ്ദം നേരെ നേർത്തിരുന്നു. അജയൻ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. ചെറിയ ചൂടുണ്ടല്ലോ, നീ കിടന്നോ, ഞാൻ താഴെ പോയിട്ട് ദേവയാനിയോട് പറയാം. അജയൻ താഴെ ദേവയാനിയോട് കാര്യം പറഞ്ഞു. ഏട്ടത്തി, ജാനകിക്ക് തീരെ വയ്യ, എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല, തലവേദനയാണെന്ന് പറയുന്നു. ദേവയാനി വെപ്രാളത്തോടെ തന്നെ ചൂട് കാപ്പിയുമായി ജാനകിയുടെ മുറിയിലേക്ക് എത്തി. ജാനകി, എന്തു പറ്റി നിനക്ക്? നീ തൽക്കാലം ഈ കാപ്പി കുടിക്ക്. ജാനകി പറയുന്നത്, എനിക്കൊന്നും വേണ്ടെടുത്തി, എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ. ജാനകി തളർച്ചയോടെ പറഞ്ഞു. ഇങ്ങനെ കിടന്നാലൊന്നും ശരിയാവില്ല, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. അജയനെ വിളിക്കട്ടെ? ദേവയാനി ചോദിച്ചു. പക്ഷേ അജയന് ഓഫീസിൽ അത്യാവശ്യമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഏട്ടത്തി, എനിക്ക് ക്ലയൻസുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ഏട്ടത്തി ഒന്ന് കൂടെ പോവാമോ? അജയൻ ചോദിച്ചു. അതിനെന്താ, ഞാൻ പോവാം, ദേവയാനി സമ്മതിച്ചു. അവരങ്ങനെ ആശുപത്രിയിലേക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ജാനകിക്ക് BP കൂടുതലാണെന്നും ശരീരത്തിന് നല്ല ക്ഷീണമുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. വിശ്രമിക്കാനും മരുന്ന് കൊഴുക്കാനൊക്കെ നിർദ്ദേശിച്ച് അവർ ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി. അതേസമയം ഗർഭിണിയായ നയനയും ക്ഷീണിതയായിരുന്നു. അവൾക്ക് നിർത്താത്ത ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ടു. വീട്ടിലെ എല്ലാവരും നയനയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. മുത്തശ്ശിയും മുത്തശ്ശനും ദേവയാനിയോട് നയനയ്ക്ക് വേണ്ടതെല്ലാം തന്നെ നൽകാൻ നിർദ്ദേശിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം ജാനകിയുടെ അസുഖം കുറഞ്ഞെങ്കിലും മനസ്സൊട്ടും തന്നെ ശാന്തമായിരുന്നില്ല. നയനയ്ക്ക് ഇതുവരെയായിട്ടും ഒരു സമ്മാനം നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത അവളെ അലട്ടി. അജേട്ടാ, എനിക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോകണം, നയനയ്ക്കൊരു സാരി വാങ്ങിച്ചു കൊടുക്കണം, ജാനകി പറഞ്ഞു. നിനക്ക് വയ്യല്ലോ ജാനകി, ക്ഷീണം മാറിയിട്ട് പോരെ? അജയൻ ചോദിച്ചു. കുഴപ്പമില്ല, ഇപ്പം എനിക്ക് നല്ല ഭേദമുണ്ട്, ഞാൻ തനിയെ പോയിക്കോളാം. നയനെ കൊണ്ട് ഏട്ടത്തി ആശുപത്രിയിൽ പോയിരിക്കല്ലേ, അജേട്ടൻ ഓഫീസിലേക്ക് പോയിക്കോളൂ. അജയൻ എതിർത്തെങ്കിലും ജാനകിയുടെ നിർബന്ധത്തിന് വഴങ്ങി. ജലജയെ കൂടെ കൂട്ടാൻ അജയൻ പറഞ്ഞെങ്കിലും ജാനകി അതിന് സമ്മതിച്ചില്ല. അവൾക്ക് തനിയെ പോവാനായിരുന്നു ഇഷ്ടം. നയനയും ദേവയാനിയും ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയ സമയത്താണ് ജാനകി ഇറങ്ങാൻ തുടങ്ങിയത്. എങ്ങോട്ടാ ജാനകി, നീ ഈ ക്ഷീണത്തിൽ പോകുന്നത്? ദേവയാനി ചോദിച്ചു. ഏട്ടത്തി, ഞാൻ ടൗൺ വരെ ഒന്ന് പോവാണ്, നയനക്കൊരു സമ്മാനം വാങ്ങിക്കണം, പിന്നെ അജയേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ജാനകി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവശത വകവെക്കാതെ ജാനകി വീട്ടിൽ നിന്നും ഇറങ്ങി. ഒരു ഓട്ടോ വിളിച്ച് അവൾ നഗരത്തിലെത്തി. തുണിക്കടയിൽ കയറി മനോഹരമായൊരു സാരി നയനക്കായിട്ട് തിരഞ്ഞെടുത്തു. പുറത്തിറങ്ങുമ്പോൾ അന്തരീക്ഷം മാറി മറിഞ്ഞിരുന്നു. കാർമേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. മഴത്തുള്ളികൾ വീണു തുടങ്ങിയ നിമിഷം ജാനകി റോഡിലേക്ക് ഇറങ്ങി ഓട്ടോ കാത്തു നിന്നു. പെട്ടെന്ന് അവളുടെ കണ്ണിലേക്ക് ഇരുട്ട് പടരാൻ തുടങ്ങി. തലക്കുള്ളിൽ ഒരു പെരുവെരുപ്പ്. കാലുകൾക്കെല്ലാം ബലം നഷ്ടപ്പെട്ടതുപോലെ ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം അവ്യക്തമായി. അയ്യോ, ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ ജാനകി നടുറോട്ടിലേക്ക് കുഴഞ്ഞു വീണു.
കയ്യിലിരുന്ന സാരിപ്പൊതി തെറിച്ചു വീണിരുന്നു. ചുറ്റും ആളുകളെല്ലാം ഓടിക്കൂടി. ആരോ വീണു, എന്താ പറ്റിയതെന്നൊന്നും അറിയില്ല. ഹാർട്ട് അറ്റാക്ക് വല്ലതുമാണോ? ആരെങ്കിലും ഒന്ന് സഹായിക്കൂ. ആൾക്കൂട്ടം കൂടി നിന്നല്ലാതെ ആരും അവളെ തൊടാൻ പോലും മടിച്ചു നിന്നു. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ജാനകിയുടെ ജീവൻ അപകടത്തിന്റെ നൂൽപാലത്തിലായിരുന്നു. ആ സമയത്താണ് ആ വഴിയിലൂടെ ഒരു പോലീസ് ജീപ്പ് ചീറിപ്പാഞ്ഞു വന്നത്. ആൾക്കൂട്ടം കണ്ടതോടുകൂടി തന്നെ ജീപ്പ് സഡൻ ബ്രേക്കിട്ട് നിർത്തി. അതിൽ നിന്നും കാക്കിയോടിപ്പെട്ട ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. അത് നന്ദു എസ് ഐ ആയിരുന്നു. എന്താ ഇവിടെ പ്രശ്നം? എല്ലാവരും എന്താ ഇങ്ങനെ കൂടി നിൽക്കുന്നത്? എന്താ ഇവിടെ പ്രശ്നം? നന്ദുവിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് ആളുകളെല്ലാം തന്നെ വഴിമാറിക്കൊടുത്തു. റോഡിൽ ബോധരഹിതയായി കിടക്കുന്ന സ്ത്രീയെ കണ്ടതും നന്ദു ഒന്ന് ഞെട്ടി. ഇത് അനിയുടെ അമ്മയല്ലേ? ഒരു നിമിഷം പോലും അവൾ പാഴാക്കിയില്ല. ചുറ്റും നിന്നവരോടെല്ലാം അവൾ ദേഷ്യപ്പെട്ടു. ഒരാൾ വഴിയിൽ വീണ് കിടക്കുമ്പോൾ നോക്കി നിൽക്കുകയാണ് വേണ്ടത്. ഈ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ആർക്കും എന്താ തോന്നാതിരുന്നത്? നന്ദു ഓടിച്ചെന്ന് ജാനകിയെ താങ്ങിയെടുത്ത് തൻ്റെ ജീപ്പിലേക്ക് കയറ്റി. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും അവളെ സഹായിച്ചു. സൈറൻ മുഴക്കിക്കൊണ്ട് തന്നെ ജീപ്പ് ആശുപത്രിയിലേക്ക് കുതിച്ചു. ജീപ്പിലിരുന്ന് നന്ദു ജാനകിയുടെ മുഖത്ത് തട്ടി വിളിച്ചു, ആൻറ്റി കണ്ണു തുറക്ക്. പക്ഷേ ജാനകി അനങ്ങിയില്ല. നന്ദുവിൻ്റെ മനസ്സ് പിടഞ്ഞു. തന്നെ വെറുക്കുന്ന, തന്നെ ശപിക്കുന്ന സ്ത്രീയാണ് ഈ കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും നന്ദുവിൻ്റെ മനസ്സിലില്ലായിരുന്നു. ഒരു ജീവൻ രക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ആശുപത്രിയിലേക്ക് എത്തിച്ച ഉടനെ തന്നെ ജാനകിയെ ICUയിലേക്ക് മാറ്റി. നന്ദു പുറത്ത് ഉത്കണ്ഠയോടെ കാത്തുനിന്നു. ഇതിനിടയിൽ അവൾ അനിയെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. അനി, അമ്മക്കൊരു അപകടം പറ്റി, വഴിയിൽ കുഴഞ്ഞു വീണു. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്, നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം. വാർത്ത കേട്ടതോടെ ഞെട്ടിത്തെറിച്ച് അനിയും ആദർശും ആശുപത്രിയിലേക്ക് പാഞ്ഞെടുത്തു. അവിടെ എത്തുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഡോക്ടർ, എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അനി ശ്വാസമടക്കി പിടിച്ച് ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, BP വല്ലാതെ കൂടിപ്പോയിട്ടുണ്ട്. കൃത്യസമയത്തിന് എത്തിച്ചതുകൊണ്ട് മാത്രം ആ സ്ത്രീ ഇപ്പം രക്ഷപ്പെട്ടു. കുറച്ച് സമയം കൂടി വൈകിയിരുന്നെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുമായിരുന്നു. ആരാണ് കൊണ്ടുവന്നത്? ഡോക്ടർ ചോദിച്ചു. നന്ദു മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്, ഞാനാണ് ഡോക്ടർ. ഡോക്ടർ പുഞ്ചിരിച്ചു. നന്നായി. റോഡിൽ വീണ് കിടന്നപ്പോൾ കണ്ടില്ലെന്ന് നടിച്ച് പലരും പോയിട്ടുണ്ടാവും. പക്ഷേ കുട്ടി ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. അനി നന്ദുവിനെ നന്ദിയോടെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അല്പസമയത്തിന് ശേഷം അവർക്ക് ജാനകിയെ കാണാൻ അനുവാദം ലഭിച്ചു. അനിയും ആദർശും നന്ദുവും മുറിയിലേക്ക് കടന്നു ചെന്നു. ജാനകി ക്ഷീണിതയായി കിടക്കുകയായിരുന്നു. കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന നന്ദുവിനെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. നന്ദു, നീ എങ്ങനെ ഇവിടെ? ജാനകി അവശതയോടെ ചോദിച്ചു. അനി പറഞ്ഞു, അമ്മ റോഡിൽ വീണപ്പോൾ കണ്ടത് നന്ദുവാണ് അമ്മയെ ഇങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. നന്ദു ഇല്ലായിരുന്നെങ്കിൽ അനിയുടെ വാക്കുകൾ മുറിഞ്ഞു. ജാനകിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. അവൾ നന്ദുവിനെ അടുത്ത് വിളിച്ചു. മോളെ, ഇങ്ങോട്ട് അടുത്തു വാ. നന്ദു അടുത്തു ചെന്ന് ജാനകി അവളുടെ കയ്യിൽ പിടിച്ചു. ആ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മാപ്പ് തരണം മോളെ. ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് നിന്നെ ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചു, കുറ്റപ്പെടുത്തി. എന്നിട്ടും നീ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തിയില്ലേ? അനാമികയായിരുന്നെങ്കിൽ അവൾ ഒരു പക്ഷേ എന്നെ തിരിഞ്ഞു നോക്കുക പോലുമില്ലായിരുന്നു. ജാനകിയുടെ തൊണ്ടയിടറി. അനിയുടെ ജീവിതം തകർത്തത് നീയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു മോളെ. അനാമിക പറഞ്ഞ നുണകൾ ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് യഥാർത്ഥ സ്നേഹമുള്ളവരെന്ന്. എൻ്റെ മരുമകളാവാനുള്ള യോഗ്യത നിനക്ക് മാത്രമാണ് മോളെ. ജാനകിയുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്തന്നെ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അനി അമ്മയുടെ മാറ്റം കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ നിന്നു. അനി, നീ ഇവളെ കൈവിടരുത്. ഇവൾ അനന്തപുരിയിലെ മരുമകളായി വരണം. അതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രായശ്ചിത്തം, ജാനകി പറഞ്ഞു. എന്നാൽ നന്ദുവിൻ്റെ മുഖത്ത് ഒരു വിഷാദ ഛായ പടർന്നു. ആൻറ്റി, എനിക്ക് അനിയെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കില്ല. നയനേച്ചിയും നവ്യേച്ചിയും അനുഭവിച്ച വേദനകൾ കാരണം അനന്തപുരിയിലേക്ക് എന്നെ അയക്കാൻ ഒരിക്കലും അവർ തയ്യാറാവില്ല. ജാനകി നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാം മോളെ. ഞാൻ വരും. നിന്റെ വീട്ടിലേക്ക് കനകയുടെയും ഗോവിന്ദൻ്റെയും കാല് പിടിച്ചാലും ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. ഇതെൻ്റെ വാക്കാണ്. എൻ്റെ മകൻ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുമിപ്പിക്കും. നിന്റെ ഈ നല്ല മനസ്സ് കണ്ടതുകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ അനി ഒരുപക്ഷെ നിന്നെ കൈവിടാത്തത്. അങ്ങനെ ആ ഒരു ആശുപത്രി കിടക്കയിൽ വെച്ചാണ് വലിയൊരു മാറ്റത്തിന് തുടക്കമായത്. ജാനകി എന്ന അമ്മയുടെ മനസ്സിൽ നിന്നും ഇരുട്ട് മാറി വെളിച്ചം വീശുകയായിരുന്നു. താൻ ഇത്ര കാലം വെറുത്തിരുന്ന, കുറ്റപ്പെടുത്തിയിരുന്ന പെൺകുട്ടിയാണ് തൻ്റെ ജീവൻ പോലും രക്ഷിച്ചത് എന്ന തിരിച്ചറിവ് ജാനകിയെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റി. അടുത്ത ദിവസം തന്നെ അസുഖം ഭേദമായി വീട്ടിലെത്തിയ ജാനകി തൻ്റെ വാക്ക് പാലിക്കാൻ തീരുമാനിച്ചു. അവൾ നന്ദുവിൻ്റെ വീടായ നന്ദാവനത്തിലേക്ക് പോവാൻ തയ്യാറെടുത്തു. അവിടെ കനകദുർഗയുടെയും ഗോവിന്ദൻ്റെയും എതിർപ്പുകൾ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും കരുതൽ ആ തടസ്സങ്ങളെല്ലാം തന്നെ നീക്കാൻ കഴിയുമെന്ന് ജാനകി വിശ്വസിച്ചു. അനിയുടെയും നന്ദുവിൻ്റെയും ഒന്നിക്കലിനായി, അനന്തപുരിയിലെ വിളക്കിനായി, നന്ദു മാറുന്ന ആ സുദിനത്തിനായി ജാനകി കാത്തിരുന്നു.